സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള PSC ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കാറ്റഗറി നമ്പർ 535/2023 പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നായിരിക്കും? സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടായിരിക്കും. ഇപ്പോൾ 2024 LGS പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തവർ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്താലും കൃത്യമായിട്ട് നമ്മുടെ സിലബസ് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ എത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കാറ്റഗറി നമ്പർ 535/2023 പരീക്ഷയുടെ വിശദമായിട്ടുള്ള സിലബസ് PSC തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പൊതുവിജ്ഞാനം 40 മാർക്കിനാണ് വരുന്നത്. ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സ് 20 മാർക്കിൻ്റെ വരുന്നുണ്ട്. കറണ്ട് അഫേഴ്സ് എത്ര മാർക്ക്? 20 മാർക്കിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ സയൻസ് വരുന്നത് 10 മാർക്കാണ്. പൊതുജനാരോഗ്യം 10 മാർക്ക്. മാത്സ് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 20 മാർക്കാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോകാം. പൊതുവിജ്ഞാനം. ഇപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത്? സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ പഠിച്ചിരിക്കണം. ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ 5 മാർക്കാണ് ഇതിൽ വരുന്നത്. അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതിയും നേട്ടങ്ങളും 5 മാർക്ക്. അതുപോലെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്ക്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്ക്. കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് 10 മാർക്ക്. ഇപ്പോൾ കേരള ഭൂമിശാസ്ത്രം നമുക്ക് 10 മാർക്കിൻ്റെയാണ് വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ 5 മാർക്കാണ് വരുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക്. കറണ്ട് അഫേഴ്സ് 20 മാർക്കിൻ്റെ വരുന്നു. സയൻസിൽ നമുക്ക് പഠിക്കേണ്ടത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും 5 മാർക്കാണ് വരുന്നത്. അടുത്തത് ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇതിന് 5 മാർക്കാണ് വരുന്നത്. ഇനി പൊതുജനാരോഗ്യം 10 മാർക്കാണ് വരുന്നത്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിന് വരുന്നത് 10 മാർക്ക്. ഇനി ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും, ലഘുഗണിതം 10 മാർക്ക്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലാസാഗു ഊസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്കിൻ്റെതാണ് വരുന്നത്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. അപ്പം ഇത്രയുമാണ് നമുക്ക് LGS 2024 വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഇന്ന് മുതൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിച്ചിരിക്കും.
പിന്നെ മുതൽ പഠിച്ചു തുടങ്ങാം. സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യരുത്. താങ്ക് യു.